മധുരം, പ്രത്യേകിച്ച് പഞ്ചസാരയില്ലാത്ത ദിവസത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യാത്തവരാണ് നമ്മളിൽ പലരും. രാവിലെ എഴുന്നേറ്റാൽ മധുരം കൂട്ടിയൊരു ചായ കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം ശരിയാകില്ലെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി പഞ്ചസാരയടക്കമുള്ള മധുരങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും അവയുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മലയാളികൾ അടക്കമുള്ളവർ കാര്യമായി ബോധവാന്മാരാണ്. ഇതിന്റെ ഭാഗമായി ഷുഗർ കട്ട് അഥവാ പഞ്ചസാര ഉപേക്ഷിക്കൽ എന്ന തീരുമാനത്തിലേക്ക് നിരവധി പേർ എത്തിയിട്ടുണ്ട്. ഭാരം കുറയ്ക്കുന്നതിനും പ്രമേഹ രോഗത്തെ അകറ്റി നിർത്താനും പഞ്ചസാരയെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് ഇപ്പോഴത്തെ ആരോഗ്യകരമായ ട്രെൻഡ്. എന്നാൽ പഞ്ചസാരക്ക് പകരം തേൻ, ശർക്കര തുടങ്ങിയവ ഉപയോഗിക്കുന്നത് കണ്ടുവരാറുണ്ട്. ഇവ ശുദ്ധീകരിച്ച പഞ്ചസാരയേക്കാൾ കൂടുതൽ ആരോഗ്യകരമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് പരിശോധിക്കാം. ദീർഘകാലാടിസ്ഥാനത്തിൽ അമിതമായ പഞ്ചസാര കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കും. കൂടാതെ പ്രമേഹത്തിനും ഹൃദയാരോഗ്യത്തിനും കരളിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നതിനും കാരണമാകും. ഇതിനു പകരമായി ഉപയോഗിക്കുന്ന ശർക്കരയും കരിമ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്. ശർക്കരയിൽ ഇരുമ്പ്, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ശർക്കരയിൽ ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തെ വിഷവിമുക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ശർക്കര എപ്പോഴും മിതമായ അളവിൽ മാത്രമേ കഴിക്കാവൂ. പ്രമേഹമുള്ളവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ശർക്കരയിൽ ഉയർന്ന ഗ്ലൈസമിക് സൂചിക അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാര വേഗത്തിൽ കൂട്ടാനിടയാക്കും. അതുകൊണ്ട് ശർക്കരയുടെ അമിതമായ ഉപയോഗം ചിലപ്പോൾ പണി തരും. ഇനി തേനിന്റെ കാര്യമെടുക്കാം. തേനിൽ ആന്റി ഓക്സിഡന്റുകളും ചെറിയ അളവിൽ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. പ്രമേഹമുള്ളവർക്ക് തേൻ കുറച്ചുകൂടി സുരക്ഷിതമാണെങ്കിലും മിതമായി ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. അമിതമായി തേൻ ഉപയോഗിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിലേക്കും നയിക്കും. പഞ്ചസാരയിൽ നിന്ന് വ്യത്യസ്തമായി ശർക്കരയിലും തേനിലും പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും അവ അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് പോഷകാഹാര വിദഗ്ധർ പറയുന്നത്. ചായ, മധുര പലഹാരങ്ങൾ, പ്രഭാത ഭക്ഷണങ്ങൾ എന്നിവയിൽ പഞ്ചസാരയ്ക്ക് പകരം തേനോ ശർക്കരയോ ഉപയോഗിക്കാം. എന്നാൽ എപ്പോഴും കുറഞ്ഞ അളവ് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഏത് ഡയറ്റ് സ്വീകരിക്കുമ്പോഴും ഡോക്ടറുടെ ഉപദേശം തേടാൻ മറക്കരുത്. പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഭക്ഷണത്തിൽ മാറ്റം വരുത്താവൂ.